വർമ്മ സാർ, ഞാൻ സാറിന്റെ ഒരു വെൽവിഷറാണെന്ന കാര്യത്തിൽ സംശയമില്ലല്ലോ. അനന്തരാമൻ കള്ളു കുടിക്കാൻ ഒരു വിഷയം ഉണ്ടാക്കാണോ? പറയണമെന്ന് തോന്നുന്ന കാര്യങ്ങൾ അപ്പ പറയാന്നുള്ളതാണ് എന്റെ ഒരു സ്വഭാവം. സ്വഭാവത്തിൽ മാറ്റം വരുത്തണ്ട, പറഞ്ഞോളൂ. ഒന്ന് കല്യാണം കഴിച്ചാലോ? കഴിക്കുന്നോണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ബോംബെയിലെ ഭാര്യ മിസ്സിസ് നയന അനന്തരാമനെ എന്ത് ചെയ്യും? എന്റെ കാര്യമല്ല പറഞ്ഞത്, സാറിന്റെ കാര്യ. ഞായറാഴ്ച ആയതുകൊണ്ടാണോ ഡൊമസ്റ്റിക് വിഷയങ്ങളിലേക്ക് കിടക്കുന്നത്? സീരിയസ് ആയിട്ട് പറയാ, ഒരു മാരേജ് പ്രപ്പോസൽ. ഒരു കാൽക്കുലേഷനും ഇല്ലാതെ ഏതെങ്കിലും ഒരു പ്രപ്പോസൽ ഞാൻ ഇതുവരെ സാറിന് മുമ്പ് വെച്ചിട്ടുണ്ടോ? കേൾക്കട്ടെ, ഏതാ കുട്ടി? സുദർശന. യെസ്. ഏയ് താനിത് അതൊന്നും ശരിയാവില്ല. ഇക്കാര്യത്തിൽ മറ്റു നിർബന്ധങ്ങളൊന്നും ഇല്ലെങ്കിൽ ശരിയാവണം. അവർക്കും നമ്മുടെ പത്രത്തിൽ ഷെയർ ഉള്ളതാണല്ലോ. അത് അന്യാധീനപ്പെട്ടു പോകേണ്ട കാര്യമില്ലല്ലോ. അത് ശരിയാവില്ല. അതെന്താ സാർ അങ്ങനെ പറയുന്നത്? അവൾക്ക് എന്നോട് അങ്ങനെ ഒരു താല്പര്യം ഉണ്ടാവാൻ വഴിയില്ല. അനിയനുമായിട്ടുള്ള അടുപ്പം കൊണ്ടല്ലേ? അതുകൊണ്ട് തന്നെയാ ഞാൻ ഈ പ്രൊപ്പോസൽ വെച്ചത്. വർമ്മ സാർ ഒന്നും മനസ്സിലാക്കണം. 2 സഹോദരന്മാരുള്ള എഴുത്തുവര വീട്ടിൽ 2 പേർക്കും ഒരുപോലെ അവകാശപ്പെട്ട ഒരു പത്രവും ഒരു മുറപ്പെണ്ണും. രണ്ടും ഒരാളുടെ കയ്യിൽ തന്നെ നിൽക്കണം. അയാൾക്കേ പവറുള്ളൂ. പക്ഷേ സുദർശനയും അനിയൻകുട്ടനും തമ്മിൽ എനിക്ക് ക്ലിയർ അല്ല. ഇതുവരെ ലൈൻ ക്ലിയർ ആയിട്ടില്ല. ക്ലിയർ ആയേക്കും. ആ ഫീല് കിട്ടിയത് കൊണ്ടാണ് ഞാൻ ഈ മുന്നറിയിപ്പ് തരുന്നത്. എല്ലാത്തിനും ഒരു ടൈമിംഗ് ഉണ്ട് സാർ. എ മൈൽ നോക്ക് അറ്റ് ദ റൈറ്റ് ടൈം, ദ ഡോർ വിൽ ബി ഓപ്പൺ ഫോർ യു. എന്നും പവർ വർമ്മ സാറിന്റെ കയ്യിൽ തന്നെ ഇരിക്കും. ചേട്ടാ, ഒന്ന് ഇങ്ങോട്ട് നോക്ക്, കുറച്ചും കൂടി. ആ, റെഡി, ബെസ്റ്റ്. സുധു, ഞാൻ ഈ അഗ്നിദേവനെ പറ്റി വായിച്ചു. അപ്പൊ അതിലെ സുദർശന നല്ല പത്തര മാറ്റുള്ള തങ്കക്കട്ടി പോലുള്ള സുദർശന. പുരാണങ്ങളിലെ കിരീടവും നെറ്റിപ്പട്ടവും ഒക്കെ ഉള്ള സുദർശന. നീയല്ല, നിന്റെ തലയില് കിരീടം വെച്ച കാലിപ്പെട്ടിയുടെ മുകളിൽ സൂട്ട് കേസ് വെച്ച പോലെ ഇരിക്കും. അപ്പൊ ഈ സുദർശനയുടെ കാമുകനായിരുന്നു അഗ്നിദേവൻ. അപ്പൊ ഡ്യൂപ്ലിക്കേറ്റ് സുദർശനായ നിനക്കും വേണമെങ്കിൽ ഒരു കാമുകനാകാമല്ലോ എന്ന് ഞാൻ ആലോചിച്ചോണ്ടിരിക്കായിരുന്നു. അയ്യടാ, എനിക്ക് ഈ കാമുകനും പ്രേമവും ഐ ലവ് യു എന്നും എനിക്കിതൊന്നും ഇഷ്ടല്ല. ഓഹോ, പിന്നെ നീ നിന്റെ സങ്കല്പത്തിലെ ഭർത്താവ് എണ്ണക്കറപ്പനാണെന്നോ അവന്റെ തലവഴി എണ്ണ ഒഴിച്ച് കുളിപ്പിക്കണം എന്നൊക്കെ വലിയ വാചം അടിക്കുന്നതായിട്ടല്ലോ പെമ്പിള്ളാടുത്ത് ഇന്നലെ. അത് വാചകടി, ചർച്ചയല്ലേ? ഉയ്യോ, ചർച്ചയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത്. ഇന്നലെ ഞാൻ നിന്നെ വീട്ടിൽ കൊണ്ടുവിട്ടിട്ട് തിരിച്ചു ചെന്നപ്പോ എല്ലാരും കിടന്ന് ഉറക്കമായി. മേശപ്പുറത്ത് കഞ്ഞിയും വയറും കുന്തമൊക്കെ വെച്ചിട്ടുണ്ട്. ഞാനതെല്ലാം കൂടെ കലക്കി കുടിച്ചിട്ട് പാത്രം കഴുകി ഷെൽഫിൽ വെച്ചു. എല്ലാം ഞാൻ ഒറ്റയ്ക്കാണ് ചെയ്തത്. പക്ഷെ ആളില്ല അവിടെ, ഞാൻ തനിച്ചേ ഉള്ളൂ. പാവം ഞാൻ. എന്നിട്ട് ഞാൻ കിടന്ന് ഉറക്കമായില്ല. എന്താ ഞാന് ലൈറ്റ് ഓഫ് ചെയ്തില്ലേ? അതാ ഈ പറഞ്ഞു വരുന്നത്. ലൈറ്റ് ഓഫ് ചെയ്തപ്പോഴാ പ്രശ്നം. കണ്ണടച്ചു കാണും. ഇല്ല, കണ്ണടച്ചു പോലും കാണത്തില്ലെന്നാ തോന്നുന്നത്. ചുമ്മാ ഓരോരുത്തർ ഇങ്ങോട്ട് കയറി ചോദിക്കല്ലേ, ഇയാൾ എന്താ ഇങ്ങനെ ചുമ്മാ കിടന്നുറങ്ങിയാ മതിയോ? പ്രേമിക്കൊന്നും വേണ്ടായോ? അനിയൻ കുട്ടാ പ്രേമിക്കണ്ടേ, അനിയൻ ചേട്ടാ പ്രേമിക്കണ്ടേ എന്ന് പറഞ്ഞ വലിയ ബഹളം. എന്താ ഇങ്ങനെ? ഇതിനു മുമ്പ് എനിക്കിങ്ങനെ ഉണ്ടായിട്ടേ ഇല്ല. മാറ്റിയെടുക്കണമല്ലോ. അതിനിപ്പോ എന്താ ഒരു വഴി? പെണ്ണ് കിട്ടണം. എനിക്ക് ചെറിയൊരു പ്രോബ്ലം ഉണ്ട്. എനിക്ക് പരിചയമില്ലാത്ത പെണ്ണുങ്ങളെ കെട്ടുക എന്ന് വെച്ചാൽ ഭയങ്കര പ്രയാസമുള്ള കാര്യമാണ്. ഇപ്പോ നിന്റെ കാര്യം തന്നെ ഞാൻ പറയാം. നീ ഇപ്പൊ നമ്മുടെ അടുത്ത വീട്ടിലെ ആനക്കാരന്റെ മോളോ, തയ്യൽ ടീച്ചറോ, അല്ലെങ്കിൽ ടൈപ്പോ, ഇനി പാരലൽ കോളേജ് തോറ്റ് കിടക്കുന്ന പെണ്ണാണെങ്കിൽ പോലും മുടിഞ്ഞു പോട്ടെ എന്ന് പറഞ്ഞ് ഞാൻ കയറി കെട്ടിയനെ. അടുത്തറിയാമല്ലോ. അനിയൻ ചേട്ടൻ ഇപ്പൊ തന്നെ കെട്ടണമെങ്കിൽ ഞാൻ നല്ലൊരു പെൺകുട്ടി അന്വേഷിച്ച് മുത്തശ്ശിയുമായി വിശദമായ ഒരു ചർച്ച നടത്തി തീരുമാനം അറിയിക്കാം. വേണ്ട, നിന്റെ ചർച്ച വെറും വാചകമടി ആയതുകൊണ്ട് മുത്തശ്ശിയുമായി ഞാൻ വിശദമായ ഒരു ചർച്ച നടത്തി വളരെ സ്ട്രോങ് ആയ ഒരു തീരുമാനം നിന്നെ അറിയിക്കാം. അതുവരെ ഞാൻ ലൈറ്റ് ഓഫ് ചെയ്ത് കിടന്നോളാം. നീ കണ്ണടച്ചു കിടന്നോ. കേറ. എന്നാ നിന്റെ സ്വനഗ്രാഹി.
ഇതനിയും കുട്ടാ? ഇത് കോട്ടുവായിടുന്ന മഹാകവയിത്രി. ഉറക്കം വരുന്നുണ്ടോ? ഇല്ല. ഇതങ്ങോട്ട് പിടിച്ചേ. കൈവിട്ട് കളയരുത്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം മുത്തശ്ശിയോട് പറയാൻ പോവാണ്. ഇടയ്ക്കിടയ്ക്ക് കോട്ടുവായിട്ട് മാറ്ററിന്റെ സീരിയസ്നെസ് കളയരുത്. ഒരു കല്യാണക്കാര്യ പറയൂ. നമ്മുടെ സുധുവിനെ ഒരു രസികൻ ആലോചന. രസികൻ എന്ന് പറഞ്ഞാൽ ബെസ്റ്റ് ആലോചന. ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ ദ ബെസ്റ്റ് ആലോചന. ഒക്കെ ഞാൻ അറിഞ്ഞു കുട്ടി. അറിഞ്ഞോ? എങ്ങനെ അറിഞ്ഞു മുത്തശ്ശി? അവള് പറഞ്ഞു. അവൾ ഇങ്ങനത്തെ കാര്യം പറയോ? പാർവതി പറഞ്ഞു. അമ്മയുടെ അടുത്ത് വരെ എത്തിയോ ഈ കാര്യം? ആ അപ്പൻ നേരിട്ട് പറയായിരുന്നു. അപ്പേട്ടൻ നിനക്ക് വിശ്വസിക്കാൻ പറ്റണില്ല അല്ലേ? നമ്മുടെ സുധുവിനെ അവൻ ഇഷ്ടപ്പെടുക എന്ന് വെച്ചാ ഞാൻ ഇക്കാര്യം എങ്ങനെ അവനോട് പറയൂന്ന് ആലോചിച്ചിരിക്കുകയായിരുന്നു. അവളെ എന്നെ ഏൽപ്പിച്ചിട്ടാ എന്റെ മോൻ പോയത്. അവന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു. എന്റെയും. വിഷ്ണുമായ രക്ഷിച്ചു. നീ എന്താ ആലോചിക്കണേ? ഒന്നുമില്ല. എനിക്ക് ആദ്യം ഇത് മുത്തശ്ശിയോട് പറയാൻ പറ്റിയില്ലല്ലോ എന്ന് ആലോചിക്കുകയായിരുന്നു. ഒരുപാട് താമസിച്ചു. ഞാൻ കിടക്കട്ടെ. മോനെ ക്യാമറ. അനിയൻകുട്ടാ, എന്താ അമ്മായി? എന്തിനാ വിളിപ്പിച്ചേ? എനിക്കൊരു കൂട്ടം പറയാനുണ്ട്. ആ കുഞ്ഞിരിക്ക്. വേണ്ട. എന്താ ഉണ്ടായേ? വല്യമ്പുരാട്ടി ഇന്നലെ എന്നെ വിളിപ്പിച്ച് സുധുവിനെ ഏട്ട കുഞ്ഞിനെ കൊണ്ട് കെട്ടിക്കണമെന്ന് പറഞ്ഞു. കുഞ്ഞിന്റെ അമ്മാവന്റെയും വലിയ ആഗ്രഹമായിരുന്നു അത്. എനിക്കത് പറയാനുള്ള യോഗ്യതയും അവകാശമുണ്ടോ? കുഞ്ഞ് വിളക്കിൽ തിരി താഴ്ത്തുന്നത് പോലെ എല്ലാം മനസ്സിലൊതുക്കി കഴിയുമ്പോഴാ ഇന്നലെ വല്യമ്പുരാട്ടി വിളിച്ചത് പറഞ്ഞത്. അത് നല്ല കാര്യമല്ലേ അമ്മായി? അപ്പൊ കരയാ വേണ്ട? അവള് സമ്മതിക്കുന്നില്ല കുഞ്ഞ്. എന്താ കാര്യം? അവൾക്ക് താല്പര്യമില്ലത്രേ. കുഞ്ഞ് അവളെ പറഞ്ഞൊന്ന് സമ്മതിപ്പിക്കണം. കുഞ്ഞ് പറഞ്ഞാലേ അവള് കേൾക്കൂ. അത് ഞാൻ പറയാം. പിന്നെന്താ? അവളോടെ വിളിക്കുക. ഞാൻ പറഞ്ഞേക്കാം. തൊഴിലാളി സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് എന്റെ വിനീതമായ നമസ്കാരം. അണ്ണനത് അറിഞ്ഞു കാണില്ല. ഇവിടെ വന്നപ്പോഴാ എല്ലാരും അറിയുന്നത്. ഞാൻ വന്നപ്പോ അനന്തരാമൻ സാർ 4-5 പേരെ കൊണ്ട് കസേര പെറുക്കിടിക്കുന്നു. എന്തേലും തന്നു ഒരെണ്ണം കൊണ്ടിടാൻ. ഈ സ്ഥാപനത്തിൽ നിന്നും പെൻഷൻ പറ്റി വളരെ കാലമായിട്ടും ഈ സ്ഥാപനത്തിൽ തന്നെ എന്താ ഇവിടെ മീറ്റിംഗ്? നമ്മുടെ വാസുവിനെ പറഞ്ഞേക്കാൻ പോവുക. ഞാൻ ഇവിടെ രേഖപ്പെടുത്തട്ടെ. എല്ലാവിധ ആനുകൂല്യങ്ങളും നൽകിയാണ് അദ്ദേഹത്തെ യാത്രയാക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലതുപോലെ അറിയാവുന്ന ശ്രീ വാസുദേവ വാര്യരെ കുറിച്ച് ഞാൻ കൂടുതലൊന്നും പറയേണ്ടതില്ലല്ലോ. അദ്ദേഹത്തിന് ഞാൻ സർവമംഗളങ്ങളും നേരുന്നു. നമ്മുടെ വകയായി ഈ ഉപഹാരം സ്വീകരിക്കുവാൻ ഞാൻ ശ്രീ വാസുദേവ വാര്യരെ ക്ഷണിക്കുന്നു. അമ്മ കൊടുത്തേക്കും. വേണ്ട, നീ കൊടുത്താ മതി. ശ്രീ വാസുദേവ വാര്യർ നമ്മളോട് 2 വാക്ക് സംസാരിക്കും. തീർത്ഥാടനത്തിനാണെങ്കിൽ പോലും എന്നേക്കുമായി
തറവാട് വിട്ടിറങ്ങേണ്ടി വരുമ്പോ ഏത് യോഗിയുടെയും മനസ്സൊന്ന് പിടയ്ക്കും. ആ പിടപ്പ് ഞാനിപ്പോഴനുഭവിക്കുകയാണ്. ഒന്നും പറയാൻ കഴിയുന്നില്ല. എനിക്കാരോടും പരിഭവമില്ല. എല്ലാവരും നന്നായിരിക്കണം. പ്രായമായ അച്ഛൻ മരിച്ചു കിട്ടണേയെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മരുന്ന് കൊടുക്കുന്ന മകൻ പരിഷ്കാര ലോകത്തിന്റെ പ്രാക്ടിക്കൽ പ്രതിനിധിയാണ്. നല്ല മനുഷ്യർക്ക് പരിഷ്കാരമല്ല, സംസ്കാരമാണ് വലുത്. ഈ കെട്ടിടത്തിൽ നിന്നേ വാസുവേട്ടൻ പോകുന്നുള്ളൂ. എന്റെ മനസ്സിൽ നിന്ന് വാസുവേട്ടനെ ഞാൻ ഒരിക്കലും പറഞ്ഞയക്കില്ല. കുഞ്ഞെ